ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുനൈദ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് BMW 320D എന്ന് പറയുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുന്നത്. ഒരു സെഡാൻ ടൈപ്പ് വാഹനമാണ്. അപ്പോൾ വാഹനത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ഇത് 2010 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. നല്ല നീറ്റ് വണ്ടിയാണ്. ഒരു 45,000 കിലോമീറ്റർ മാത്രമേ ഡീസലിൽ വരുന്ന ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. റീ രജിസ്ട്രേഷൻ ആണ്, പക്ഷെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് അവൈലബിൾ ആയ ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് 47 ഓടിയിട്ടുള്ളൂ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മാത്രമല്ല വണ്ടിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ പെർഫോമൻസ് ആ ഒരു രീതിയിൽ തന്നെ നല്ല പെർഫോമൻസ് ഉള്ളൊരു വാഹനം കൂടിയാണ് കേട്ടോ. കറക്റ്റ് സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. 2010 വണ്ടിയാണ്. 2025 വരെ റിന്യൂവൽ ഉണ്ട്. നമുക്ക് റിന്യൂവൽ കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുറഞ്ഞ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 15 മുതൽ 17 കിലോമീറ്റർ വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. ഇത് പറയുന്നതിനിടയ്ക്ക് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ആരെങ്കിലും വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണാം. ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഗ്രില്ല് എന്ന് പറഞ്ഞാൽ BMW ഒരു ഐക്കണിക് പോസ്റ്റാണ്. പിന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ താഴെ വരുന്നത്. വലിയൊരു ഹൈറ്റുള്ള വാഹനം എന്നല്ല, സെഡാൻ ടൈപ്പ് ആണല്ലോ. പിന്നെ ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ BMW അടിപൊളി ലോഗോ വന്നിട്ടുള്ള അലോവിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 90% ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയറാണ് വാഹനത്തിന് വരുന്നത്. ഓടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. സൺറൂഫ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിൻ്റെ ലൈനിങ് കാര്യങ്ങളെല്ലാം പക്കായിട്ട് നിൽക്കുന്നുണ്ട്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെൻറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് വേറെ എന്തെങ്കിലും പണി ഒന്നും ചെയ്യാനുമില്ല. പുറകിലെ ടയറാണെങ്കിലും അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്നൊരു വാഹനം കൂടിയാണ്. വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ല ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ സാധാരണ ചെറിയ കാറുകൾ കാണുന്ന പോലെയല്ല, ഒരു ഷോക്കപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തൊട്ട് താഴെയും ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റെപ്പിന് ഈ ഒരു വാഹനത്തിന് BM-ന് വരുന്നില്ല. BM-ന് മാത്രമാണ് സ്റ്റെപ്പിന് കൊടുക്കാത്ത ഓപ്ഷൻ ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള വിശേഷങ്ങൾ. അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചെയ്യാം. ഒരുപാട് ഫീച്ചേഴ്സുള്ള നല്ല സ്ട്രോങ് ആയ ഒരു അടിപൊളി വണ്ടിയാണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇൻറ്റീരിയറാണ് വാഹനത്തിനുള്ളത്. ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ലെഗ് റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആംറസ്റ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോൾഡബിൾ ഷെയ്ഡ് മിറർ, പവർ വിൻഡോ ബട്ടൺ കാര്യങ്ങൾ, അതേപോലെ ഓട്ടോമാറ്റിക് ഡീസൽ കൺട്രോൾ യൂണിറ്റുകൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഇന്റീരിയർ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഞാൻ പറഞ്ഞ 2010 മോഡലാണ്. വെറും 45,000 കിലോമീറ്റർ മാത്രമേ ഡീസൽ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്ക പെർഫോമൻസ് ആണ്. ഞാനത് ഫുള്ള് ചെക്ക് ചെയ്തതാണ്. അതേപോലെ ഓട്ടം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജെന്യുവിനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾ കൊണ്ടുനടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വണ്ടിയുള്ള ലൊക്കേഷൻ പറഞ്ഞുതരാം കേട്ടോ. വണ്ടി മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മച്ചിങ്ങലിലാണ് വണ്ടി ഉള്ളത്. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. മലപ്പുറം ടൗണിൽ വന്നിട്ട് വിളിച്ചാൽ മതി. ഡിലക്സ് മോട്ടോഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത്. അവിടെയാണ് ഇപ്പോൾ 2010 മോഡൽ വണ്ടി വരുന്നത്. വണ്ടിയുടെ വില ചോദിക്കുന്നത് 7,70,75,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ബാങ്ക് ലോൺ അവൈലബിൾ അല്ല 2010 മോഡലിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ 7,75,000 നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതിൻ്റെ വില ചെറിയ കുറവും കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്തിയിട്ട് കൊടുക്കാമെന്നാണ് ഓണർ പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം മലപ്പുറത്തേക്ക് വന്നോളി. അതേപോലെ ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ കാണാനും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഒരുപാട് വീഡിയോസ് ഈ വാഹനത്തെക്കുറിച്ചും പോലെ ഇതുപോലെയുള്ള മറ്റു വാഹനങ്ങളെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.